നമ്മുടെ അടീനിയത്തിൻ്റെ പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്കും പൂക്കൾ ഉണ്ടാവാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കെയറിങ് എന്താണെന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യണത്. അപ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇതിനു മുൻപ് നമ്മൾ ചെയ്ത വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം എന്താണെന്നുള്ളത് നോക്കാം. മൂന്നാമത്തേന്ന് പറയുന്നത് അതിൻ്റെ വാട്ടറിങ് ആണ്. ചെടി പോട്ടി മിക്സൊക്കെ വെച്ച് നല്ലൊരു സ്ഥലത്ത് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വളർന്നു വരണമെങ്കിൽ വെള്ളം ആവശ്യമുണ്ട്. അതിപ്പോൾ അതിനാവശ്യമായ വെള്ളവും ഫെർട്ടിലൈസറും നമ്മൾ കൊടുക്കണം. അപ്പോൾ വെള്ളം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഡ്രൈ ആയതിന് ശേഷം മാത്രമേ അടീനിയത്തിന് വെള്ളം ആവശ്യമുള്ളൂ. അത് വെള്ളം ശേഖരിച്ച് വെച്ച് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം അത് ശേഖരിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം അതിന് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ വെള്ളം എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നാൽ അതിൽ ശേഖരിച്ച് വെച്ച വെള്ളം അതിന് ഉപയോഗിക്കാനായിട്ട് പറ്റാതെ വരും, അല്ലെങ്കിൽ വെള്ളം അധികമായിട്ട് വരുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ കോഡെക്സ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോട്ടി മിക്സ് നല്ല ഡ്രൈ ആയതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടോ 2 ദിവസം കഴിഞ്ഞിട്ടോ അതിന് വെള്ളം കൊടുത്താൽ മതി. അപ്പോഴാണ് നല്ല രീതിക്ക് അതുമ്മേ മുട്ടുകളൊക്കെ വന്ന് ആ ചെടി നല്ലോണം പൂക്കളുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും അതിന് ഈ വെള്ളം കുടിക്കാൻ മാത്രമേ അതിന് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ വാട്ടറിങ്ങിൻ്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. ഒരിക്കൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോട്ടി മിക്സൊക്കെ നല്ല ഡ്രൈ ആയോ എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം വേണം അതിൽ പിന്നീട് നമ്മൾ നനച്ച് കൊടുക്കാനായിട്ട്. മാത്രമല്ല അതിൻ്റെ പൊട്ടി മിക്സിൽ നമ്മൾ കമ്പോസ്റ്റ് കുറച്ച് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മണലും മണ്ണും മാത്രമാകുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സും വെള്ളമൊന്നും അതിനെ കുറച്ച് ശേഖരിച്ച് വെക്കാനായിട്ട് പറ്റില്ല. നമ്മൾ പറഞ്ഞല്ലോ അടീനിയം എന്ന് പറയുന്നത് വെള്ളം ശേഖരിച്ച് വെച്ച് ഉപയോഗിക്കണ ഇതാണ്. അപ്പോൾ നമ്മൾ മണൽ മാത്രമൊക്കെ ആയിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മുഴുവൻ അതിൽ അടിയിലേക്ക് ഇറങ്ങിപ്പോവും. പെട്ടെന്ന് തന്നെ മണലിൽ താന്നു പോവും. അപ്പോൾ അത് താന്നു പോകുമ്പോൾ അതിന് ശേഖരിച്ച് വെക്കാനായിട്ടുള്ളൊരു ടൈം അവിടെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊരു സ്പോഞ്ചി എഫക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള കമ്പോസ്റ്റ് എന്തെങ്കിലും അധികമാവാത്ത തരത്തിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കമ്പോസ്റ്റിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം അവിടെ കുറച്ച് ഓരോ ദിവസത്തേക്കൊക്കെ അത് അവിടെ പിടിച്ചു നിർത്തും. അപ്പോൾ ആ പിടിച്ചു നിർത്തുന്ന വെള്ളം വേണം അതിനെ വലിച്ചെടുത്ത് അത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ സമയം എടുക്കും. അപ്പോൾ അതിന് 1-2 ദിവസം എല്ലാ ദിവസവും റെഗുലറായിട്ട് നനയ്ക്കാതെ വെയിലിൻ്റെ അളവും ചൂടിൻ്റെ അളവൊക്കെ നോക്കി പാത്രം പോട്ട് എത്രമാത്രം ഡ്രൈ ആവുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളതിനെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം വേണം അടുത്ത നന ചെയ്യാനായിട്ട്. ഡ്രൈ ആവുക എന്ന് പറഞ്ഞാൽ മോൾ ഭാഗം മാത്രമല്ല അതിൻ്റെ ഉള്ളിലേക്കുള്ള പോട്ടി മിക്സും കൂടിയും ഡ്രൈ ആവാനുള്ളൊരു സമയം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കൊടുക്കണം. അതേപോലെ തന്നെയാണ് ഫെർട്ടിലൈസർ നമ്മൾ മാസത്തിലൊരിക്കയോ അല്ലെങ്കിൽ 15 ദിവസത്തിലൊക്കെ ഒരിക്കൽ ചെയ്താൽ തന്നെ അടീനിയത്തിന് ധാരാളമാണ്. അത് എപ്പോഴും നല്ല സൺലൈറ്റും ചൂടും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമൊന്നും അടീനിയത്തെ സംബന്ധിച്ചില്ല. നമ്മൾ ഈ കുറച്ചൊരു കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കണം തന്നെ ഉണ്ടായാൽ അത് നല്ലപോലെ പൂ പിടിക്കും. പിന്നെ ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഞാൻ അധികം കൊടുക്കാറ്. അപ്പോഴാണ് പൂക്കൾക്ക് കളറും വലിപ്പവും അതുപോലെ കൂടുതൽ ദിവസം നിൽക്കുന്ന പൂക്കളൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ ജൈവ വളങ്ങൾ കൊടുക്കുമ്പോഴാണ്. അത് ജൈവ വളങ്ങൾ ഞാൻ അടീനിയത്തിന് കഴിയാവുന്നതും സ്ലറികളായിട്ടാണ് ഒഴിച്ചു കൊടുക്കാറ്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കോഡെക്സ് നല്ലോണം വലിപ്പം വെച്ച് വരുന്നത് കൊണ്ട് തന്നെ പോട്ടി മിക്സ് അധികം ഡിസ്റ്റർബ് ചെയ്യാറില്ല. നമ്മൾ ജൈവ വളങ്ങൾ പോട്ടി മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളതൊന്ന് അനക്കിയിട്ട് വേണമല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിനെ കോഡെക്സിനെ ശല്യം ചെയ്യണതായ കാരണം കൊണ്ട് അതിലേക്ക് അധികം ചേർത്ത് കൊടുക്കാറില്ല. നമ്മൾ സ്ലറികൾ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാറാണ് പതിവ്. പിന്നെ മാത്രമല്ല നമ്മൾ പോട്ടി മിക്സൊക്കെ അനക്കുമ്പോൾ കോഡെക്സിന് എന്തെങ്കിലുമൊക്കെ ചെറിയ തട്ടുമുട്ടൊക്കെ കിട്ടിയാൽ അത് പെട്ടെന്ന് അതിലെ ഫംഗസ് കയറാനും അത് ചീഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. സ്ലറികൾ എന്തെങ്കിലും എല്ലുപൊടി കഞ്ഞിവെള്ളത്തിലിട്ടതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ജൈവ സ്ലറികളായിട്ട് ഒരു 15 ദിവസത്തിലൊരിക്കൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമ്മുടെ 1 കൊല്ലമായിട്ടുള്ള അടീനിയാണ്. അപ്പോൾ അതിൻ്റെ കോഡെക്സൊക്കെ കണ്ടാൽ നമ്മൾ ചെറിയ പാത്രത്തിലാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാത്രം നിറഞ്ഞതിന് ശേഷം വേണം ഇനി അത് നമ്മൾ മാറ്റി നടാനായിട്ട്. ഒരു 7-8 മാസമായ അടീനിയം പൂക്കാൻ അനുവദിക്കാൻ പാടുള്ളൂ. അതിൻ്റെ മുൻപുള്ളതൊന്നും പൂക്കണതിൻ്റെ മുൻപ് നമ്മളത് പ്രൂൺ ചെയ്ത് അതിനെ നല്ലൊരു ഷേപ്പിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഇതൊരു 3-4 മാസമായിട്ടുള്ള
അഡീനിയത്തിൻ്റെ തൈകളാണ്. അപ്പോൾ അതിൻ്റെ കോഡെക്സ് ഒക്കെ കണ്ടോ, ചെറുതായിട്ട് ഒരു 3 മാസം തൊട്ടൊക്കെ കോഡെക്സ് വലിപ്പം വെച്ച് വന്നു തുടങ്ങും. അപ്പോൾ നമ്മളൊരു 6-7 മാസം വരെ ചെടീനെയാണ് ശ്രദ്ധിക്കേണ്ടത്, പൂവിനെയല്ല. ഒരു 7 മാസത്തിന് ശേഷമാണ് നമ്മൾ ചെടികൾ പൂവിടാനായിട്ട് അനുവദിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഈ അഡീനിയത്തിൻ്റെ ഷേപ്പ് എന്താവണം എന്നുള്ളൊരു പിക്ചർ ഉണ്ടാക്കിയിട്ട് ആ രീതിയിലേക്ക് വേണം നമ്മൾ പ്രൂൺ ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ പുതിയ ബ്രാഞ്ചസ് വരുമ്പോൾ അത് ശരിയായ രീതിയിലല്ല വന്നേക്കണമെന്നുണ്ടെങ്കിൽ നുള്ളിക്കളയെ വെട്ടിക്കളയൊക്കെ ചെയ്ത് നല്ലൊരു ഷേപ്പാക്കിയതിന് ശേഷം ഒരു 7 മാസം പ്രായമായ തൈകൾ വേണം നമ്മൾ പൂവിടാൻ അനുവദിക്കാനായിട്ട്. അപ്പോഴാണ് നല്ലോണം പൂക്കൾ പിടിച്ചിട്ട് ആരോഗ്യം ഉള്ള ചെടിയുമല്ല ആരോഗ്യമുള്ള പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വളർത്താനായിട്ട് ശ്രമിക്കാം. അഡീനിയത്തിൻ്റെ പ്രൂണിങ് നമുക്ക് വേറൊരു വീഡിയോയിൽ ഈ ആഴ്ചയിൽ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയൊക്കെ ആശംസകൾ നേരുന്നു. അപ്പോൾ ബൈ, വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.